ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നോമ്പ് 26 കുഞ്ഞു വിശേഷങ്ങളാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ ഞാൻ കിച്ചണിൽ വന്നിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഇന്ന് ഉമ്മ നോമ്പെടുക്കാൻ വരുന്നതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരത്തെ വന്നപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് രാത്രി നെയ്ച്ചോറും ബീഫ് കറിയും ബീഫ് ഫ്രൈയും ആക്കാമെന്ന് വിചാരിച്ചു. നോമ്പെടുക്കുമ്പോൾ പഴംപൊരിയും ബോണ്ടയും അതുപോലെ തന്നെ സേമിയക്കൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നേരത്തെ വന്നപ്പോൾ ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ബീഫും ഉരുളക്കിഴങ്ങും വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രൈയിലേക്കുള്ളത് ഞാൻ ഇതിനെ വേവിച്ചിട്ട് ബീഫ് മാറ്റി വെക്കാണ്. അപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഫ്രൈ ചെയ്യാനുള്ളത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിയാണ് ഇവിടെ നല്ല കാക്കയുടെ ശബ്ദമുണ്ട് കേട്ടോ, അതാ കേൾക്കുന്നത്. അപ്പോൾ തേങ്ങ കറാമ്പും കറാപ്പട്ട ഏലക്കായൊക്കെ ഇട്ടിട്ട് തേങ്ങ അടിച്ചത് ഒഴിച്ചിട്ട് കറി സെറ്റാക്കിയിട്ടുണ്ട് ഉമ്മ. അപ്പോൾ ബീഫ് ഫ്രൈയിലേക്കുള്ള ഉള്ളി താളിക്കാം കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് അത് അടച്ച് വേവുന്ന വരേക്കും നമുക്ക് ബോണ്ടയ്ക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ മസാല നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഒരു ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് നമ്മളെ കറിവേപ്പിലയും പച്ചമുളകും എല്ലാം ഇട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ സേമിയക്കേക്കുള്ള സേമിയം ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല വേവണ്ട, ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. അപ്പോൾ നമ്മൾ ഫ്രൈ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുരുമുളക് മാത്രം ഇട്ടിട്ട് ഫ്രൈ ആക്കിയതാണ്. അത് ഫ്രൈ ആക്കി കഴിഞ്ഞപ്പോൾ അടുത്ത് സേമിയക്കേക്കിനുള്ള മുട്ട പൊട്ടിച്ച് വയ്ക്കില്ല കേട്ടോ. 7 മുട്ടയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ സേമിയ ഇടുന്നത് വീഡിയോ എനിക്ക് എടുക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മുട്ട പൊട്ടിച്ച് വെച്ചതിൻ്റെ ശേഷം നമ്മൾ പഞ്ചസാര ഏലക്കപ്പൊടി ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കാം കേട്ടോ. എന്നതിന് ശേഷമാണ് നമ്മളതിലേക്ക് നമ്മൾ സേമിയ വേവിച്ചുണ്ടല്ലോ അതിലേക്ക് ഇടണം. പക്ഷേ സേമിയ വേവിച്ച് നമ്മളൊരു അരപ്പയിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിക്കണം കേട്ടോ. അതൊന്ന് ആ ചൂടിൽ നിന്നൊന്ന് വേറിടാൻ വേണ്ടിയിട്ട് പച്ചവെള്ളം ഒഴിക്കണേ. പച്ചവെള്ളം ഒഴിച്ച് വെള്ളം പോയതിൻ്റെ ശേഷം ഈ മുട്ടയിലേക്ക് ഇടാൻ പറ്റും. അപ്പോൾ പാത്രം വെച്ചിട്ടുണ്ട്, ബട്ടർ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് മെൽറ്റാവാൻ. അപ്പോൾ ആ മുട്ടേൻ്റെതും സേമിയത്തിൻ്റെ ഒക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങുള്ളത് ഇങ്ങനെ ചെറിയ ചെറിയ ബൗളാക്കി വെക്കുന്നുണ്ട്. ഞാൻ അന്ന് ചെറുതാണ് ആക്കാറ്. അപ്പോൾ അത് ആക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ പഴംപൊരിക്കുള്ള പഴമൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് 2 മാവ് ഒരുമിച്ച് ചെയ്യാമല്ലോ. അപ്പോൾ പഴംപൊരിയിലേക്കുള്ള മൈദയും പിന്നെ കരിഞ്ജീരകം, പഞ്ചസാര, ഏലക്കപ്പൊടി ഇതൊക്കെ ഇട്ടിട്ടാണ് പഴംപൊരിക്കാനുള്ള മാവ് റെഡിയാക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ അത്യാവശ്യം ടൈറ്റിലാണ് ആക്കിയത്, വേണമെങ്കിൽ ലൂസാക്കാം. ഇത് നമ്മൾ ബോണ്ടയ്ക്കുള്ള കുരുമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മൈദ അതാണ് ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ മസാലയൊക്കെ സെറ്റാക്കിയതിന് ശേഷം പാൻ വെച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പഴം പൊരിക്കുകയാണ്. ചിലർ നല്ല നീളത്തിൽ തന്നെ നമ്മൾ പഴം പൊരിക്കും. ഞാനിങ്ങനെ പകുതിയാക്കിയിട്ട് അങ്ങനെ പൊരിക്കാറ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇത് പൊരിച്ച് കഴിഞ്ഞതിന് ശേഷം തന്നെ ബോണ്ട പൊരിച്ച് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വിട്ടുപോകും. അപ്പോൾ പഴംപൊരിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഫസ്റ്റത്തെ ട്രിപ്പ് നല്ല മൊരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഒരു ട്രിപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ ഉടനെ ഞാൻ ബോണ്ടയും പൊരിച്ചിട്ടുണ്ടായിരുന്നു. ബോണ്ട ഏകദേശം ബോണ്ടയും സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊരിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ സ്പെഷ്യൽ വത്തക്ക വെള്ളം, ഇതിനൊരു പേരുണ്ട്, നമുക്ക് എപ്പോഴും മറന്നു പോകും. അത് ഇവിടെ തയ്യാറാക്കാം കേട്ടോ. ഇത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടം. അത്യാവശ്യം കുടിക്കും മക്കൾ വെള്ളം. ചൂട് കാലത്ത് ഏറ്റവും ബെറ്റർ അതുതന്നെയാണല്ലോ. അപ്പോൾ അത് തയ്യാറാക്കിയ ശേഷം 2 ഉമ്മമാർക്കും മധുരമിട്ട നാരങ്ങ വെള്ളം വേണം. അപ്പോൾ പിന്നെ അതും ഒരു ജഗ്ഗിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് ഇവിടെ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും അവിടെ തയ്യാറാക്കുമ്പോഴത്തേക്കും ഞാനിവിടെ എനിക്കും കുട്ടികൾക്കുള്ള ഉപ്പിട്ട നാരങ്ങ വെള്ളം
അത് തയ്യാറാക്കാനേ. എനിക്ക് മസ്റ്റാണ് ഉപ്പിട്ട നാരങ്ങ. പിന്നെ ഇതാ അപ്പോൾ പിന്നെ ഇങ്ങനെ പലഹാരമൊക്കെ ഇതിലേക്ക് 2 പ്ലേറ്റിലേക്ക് മാറ്റിയൊക്കെ അരച്ചിട്ട്, ഞാനല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ വെക്കാറ്, പക്ഷെ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു ചോറൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ 2 പ്ലേറ്റിലേക്ക് ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ സീമുത്താണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. സീമുത്തും ഫിസുമോനും ഇതാ കളിച്ച് വന്നതാട്ടോ. മേലേകാൻ പറഞ്ഞിട്ടൊന്നും പോയിട്ടില്ല രണ്ടാളും. ഇത് കഴിഞ്ഞിട്ട് വേണം രണ്ടാളും മേലേകാൻ വിടാൻ. അപ്പോൾ ഇതാ അടുത്ത ബോണ്ട വെക്കാൻ വിചാരിച്ചേ. പിന്നെ ഇല്ലേ, ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഇതാ ഏകദേശം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് സേമിയ കേക്ക് കേട്ടോ. ഞാൻ എടുക്കുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. ഇതാണ് സംഭവം. അതും 2 പ്ലേറ്റിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ കുട്ടീസുകളെ മേലാകാൻ വേണ്ടി വിളിക്കാൻ വേണ്ടി പോയപ്പോൾ ഭയങ്കര ക്ഷീണത്തിൽ 3 ആൾ നിൽക്കുക. ഞാൻ വിളിക്കുമ്പോൾ ഭയങ്കര ക്ഷീണം, കുറച്ച് കൂടുതൽ അഭിനയിക്കുക. ഫിസിൻ്റെ ഒന്ന് കൈ പൊങ്ങുന്നില്ല. ഹായ് പറയുന്ന പറഞ്ഞപ്പം പറയാണ്. അത് കണ്ട് തീയ ചിരിക്കുന്നു. കളിച്ച് ക്ഷീണിച്ച് വന്നതാണ്. അപ്പോൾ പിന്നെ ഇതാ ബാങ്ക് കൊടുക്കാൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേനും മക്കളും ഫ്രഷൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം സെറ്റായിട്ടുണ്ട്, ഒക്കെ സെറ്റായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും, ബൈ.